അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം മുംബൈക്കയുടെ സുഹൃത്ത് ഹാരിസ് ഭായ്. നിങ്ങൾ കുട്ടിക്കാലം മുതലുള്ള സൗഹൃദമാണോ? എൻ്റെ കുട്ടിക്കാലത്ത് സംഗീതം ഞാൻ കേട്ട് വളർന്നത് മുംബൈ സാബിലൂടെ. എപ്പോൾ ഇതിൽ നടന്നു പോകുമ്പോൾ ഈ ഒരു മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് ഒരാളുമില്ല, മുംബൈ സാബിൻ്റെ കൂടെ ആരുമില്ല. അന്ന് അദ്ദേഹത്തിന് ഒരു തബല ഉണ്ടാവും. ഈ തബല ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്നത് ഒരു പിന്നെ ചൈൽഡ്ഹുഡിൽ കേട്ടിരുന്നത് മുംബൈ സാബിൻ്റെ തബലയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പെട്ടിയും വെച്ച് മൂളുന്നുണ്ടാവും. ഇന്ന് സത്യത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഇത്ര വലിയ മനുഷ്യൻ ആയി തീർന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ, കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ വളരെ ഇപ്പോൾ കൽവത്തി സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. കൽവത്തി സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരാൾ പോലും SSLC പാസ്സാകാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 100% തോൽക്കുന്ന അത്രയും ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയും വലിയ മുംബൈ സാബ് ഈസ് ഫുൾ ഓഫ് മ്യൂസിക്. ആ സംഗീതം ആസ്വദിച്ചാണ് ഞങ്ങൾ വന്നത്. സത്യത്തിൽ അബാദിൽ പോയി ഡിന്നർ കഴിക്കാൻ കാശില്ലാത്ത കാലത്തും ഞാൻ അബാദിൽ കയറുന്നത് ഇദ്ദേഹത്തിന് പാട്ടുകൾ. പുള്ളിയോട് റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു ചിട്ടിയായി പാടിച്ച് ഒരു ചാന്തി ജൈസ രംഗ് ഹേ തേര സോനെ ജൈസ പാൽ ഇതൊക്കെ റിക്വസ്റ്റ് കൊടുത്ത് പാടിച്ച് പോരുമായിരുന്നു. അപ്പോൾ അതാണ് മുംബൈ. എന്തായാലും വളരെ സന്തോഷം മുംബൈ സാബ് ഞങ്ങളുടെ ജീവിതത്തിലൊരു ക്രെഡിറ്റ് ആണത്. നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിൽ ഗസൽ പറ്റില്ല, അല്ലെങ്കിൽ ഗസൽ ഭാഷ മലയാളം ഭാഷ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഗസൽ ഉണ്ടാക്കാൻ പറ്റില്ല. ആ സമയത്താണ് അല്ലേ മുംബൈക്കാനെ ചില സുഹൃത്തുക്കൾ നമുക്ക് മലയാളത്തിൽ ഗസൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കൂടെ. അതിൻ്റെ പിറവി വേറൊരു തലത്തിലാണ്. അത് ഡൽഹി ഹോളിഡേ ഇന്നുള്ളൊരു അനുഭവം. ജഗദീഷ് ടൈറ്റ്ലർ മന്ത്രി, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി രജബ് അലി സാബ് ചീഫ് ഗസ്റ്റ്, ഒരു 200ഓളം MP മാരുണ്ട്. ആ കൂട്ടത്തിൽ മലയാളി MP മാരാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി KV തോമസ് മാഷ്, മുൻ മന്ത്രി MA ബേബി സഖാവ്, S രാമേന്ദ്രപിള്ള, ഉഷാ കൃഷ്ണകുമാർ, E അഹമ്മദ് സാഹിബ്. അപ്പോൾ അവർ ബാക്ക് സൈഡിലാണ്. അവരെന്ന് പറയാം അത് നമ്മുടെ മുംബൈ അല്ല പാടി വന്നപ്പോൾ മലയാളം പാടണമെന്നായി. അത് നമ്മുടെ നാട്ടുകാരനാണെന്നും നമ്മുടെ മുംബൈ ആണെന്നും മലയാളിയാണെന്നും പറഞ്ഞപ്പോൾ രജബ് അലി സാബ് പറഞ്ഞു നൈ നൈ वो मेरा मुल्क का है, UP का, क्योंकि वो उर्दू अच्छी तरह गाता है, कमाल बात है, उसको आपका लैंग्वेज गा नहीं सकता है. ആ മൂഡ് മാറിപ്പോവും. നമ്മൾ ഉറുദു പാടി ഇങ്ങനെ മലയാളത്തിലേക്ക് വരുമ്പോൾ മൂഡ് മാറും, പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പണി. അത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് തക്കി സാറാണ് ആദ്യം എന്നോട് ഫ്ലൈറ്റിൽ വെച്ച് ചോദിക്കുന്നത്. അവിടെ നമ്മൾ ബോംബെക്ക് വരിക, എന്തുകൊണ്ട് മലയാളത്തിലായിക്കൂടാ മുംബൈ സാർ? അപ്പോൾ അവിടെ പഞ്ചാബി പാടി, ഹിന്ദി പാടി, ഉറുദു പാടി, മലയാളത്തും പ്രണയില്ലേ. അപ്പോഴങ്ങനെ വന്ന് ഫ്രൈസിൽ ഒരു ആനന്ദ് വർക്ക് ചെയ്യുന്നുണ്ട്. അവനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അവന് ഈ ശമ്പളം കിട്ടുന്നതിന് പുസ്തകം മേടിച്ച് ഇമേക്കാരനാണ്. അപ്പോൾ അവനാണ് വിദേശത്തെ പരിചയപ്പെടുത്തുന്നത്. ഞാനും അവനും കൂടെ തന്നെ പോയിട്ടാണ് ആലുവയിൽ പോയിട്ട് കാണുന്നത്. അപ്പോൾ വേണു വിദേശം കൂടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വേണു വിദേശം. പക്ഷേ ഒരു വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചത്, ഇങ്ങനെ മലയാള ഗസലുകൾ ശ്രീ മുംബൈയായിട്ട് ചേർന്നിട്ട്. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം നോക്കുന്നത്? 98-ലാണെന്ന് തോന്നുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിലൊരു സന്ധ്യാവുന്നതിന് മുമ്പ് മുംബൈക്കാൻ അന്വേഷിച്ചു വന്നു. അടുത്ത ഞായറാഴ്ച ഫോർട്ട് കൊച്ചിയിൽ വരണം, അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വരണം, പാട്ടൊക്കെ മലയാളത്തിൽ ഒരു ഗസൽ ചെയ്യാതെ നിവൃത്തിയില്ലാന്നൊക്കെ പറഞ്ഞു. ഒരു ഡെഡ് എൻഡിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേണുവിന് ഇൻസിഡൻറ്റ് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ പ്രണയം എല്ലാ ഒരു ഇതിൽ നടക്കുന്ന കാലം ബോംബെയിൽ ആ സമയത്ത് സംഭവിച്ചാണ്. അപ്പുറത്തെ ബിൽഡിങ്ങിൽ സുന്ദരമായൊരു മുഖണം. അപ്പോഴാണ് ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സാധനം എൻ്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തത്. അതിനാണ് പ്രണയം എന്നാണ് പറയണമെന്നാണ് പിന്നീട് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പുറകെ ഞാനൊരു 6 മാസം തൂങ്ങി. പക്ഷെ അപ്പം കണ്ടതല്ലാണ്ട് പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമം. സിഗരറ്റും ബീഡിയൊക്കെ മേടിക്കുന്നത് താഴത്തെ കടയിൽ നിന്ന്. അവിടുന്ന് ആ പറ്റ് കൺസൽ ചെയ്തിട്ട് അടുത്ത ബിൽഡിങ്ങിൻ്റെ സാഹസം ചെയ്യുമല്ലോ. പ്രേമം എന്നാൽ അത് പിരാന്താന്നുള്ള പാടി. അപ്പുറം ചെന്നിട്ട് അവരായിട്ട് കൂടി ആ കടക്കാരായിട്ട് കൂട്ടി ഇപ്പുറം കൊണ്ടെടുത്ത എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഒറിജിനൽ ബോംബെക്കാരാണ്, ഖ്വാജാന്മാരില്ലേ, അവരാണ്, സുന്ദരിമാരാണ്, പക്ഷെ പുറത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾ കണ്ടു തന്നെ ഏറ്റവും വലിയ ഭാഗം ഇഞ്ഞിട്ട് കാണാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതൊരു അനുഭവമാണല്ലോ, പിരാന്തൊരു അനുഭവമായിട്ട് വന്നു. അപ്പോൾ അത് ഞാൻ വേണുവിനോട് ആ സ്റ്റോറി ചെറുതായിട്ട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം തന്നാണ്.
നിന്മന്ദഹാസം കണ്ട നാൾ മുതൽ നിന്നെ ഓർപ്പൂ ഞാൻ അനുരാഗ ഭാവഗാനം പാടി കാത്തിരുന്നു നിന്മന്ദഹാസം കണ്ട നാൾ മുതൽ. രണ്ടാമത് ഈ വീട്ടിൽ നിന്ന് ഉമ്മ പറയും അരി വന്ന് നോക്കണം ഡിപ്പോലെ. അപ്പോൾ അരി ഡിപ്പോയുടെ തൊട്ടാണ് ബാർബർ ഷാപ്പ് പാപ്പച്ചൻ ചേട്ടൻ്റെ. അവിടെ ഒരു അയമുക്ക പെട്ടി വായിച്ചിട്ടിരുന്ന് പാടും. ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ ആരാ കുത്തിക്കൊന്നു. പെട്ടിയുടെ താഴെ കിടക്കുക. ആ ഒരു ഷോക്ക്. എത്ര സുഖമയമായിരുന്ന അത്രമേൽ വേദനയേകിയെന്നിൽ ജന്മങ്ങളേറെ തപസ്സിരുന്നാൽ പോലും ആവില്ലതിൻ ശ്രുതി മീട്ടിടുവാൻ. എത്ര ഇന്നും ലൈവില് നിർബന്ധപൂർവ്വം ഈ സിറ്റുവേഷൻ ഭയങ്കര പാടാണ് ഒരു അല്ലേ ലിറിക്ക് എഴുതാനായിട്ട്. ഇത് നമ്മൾ ഇത് പുള്ളി എഴുതിക്കൊണ്ടെന്നാണ് എഴുതിക്കൊണ്ടുവന്നിട്ട് പിന്നിട്ടുണ്ട്. ആ ഈ ഗാനങ്ങളിലെ ഏറ്റവും പരിപൂർണതയുള്ളത് ഈ ഗസലിനാണ്. ഈ ഞാനും മുംബൈക്കും ചേർന്ന് ചെയ്തല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ്. ആദ്യത്തെ ഒരു മലയാള സംവിധാനം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് ജനം ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഇതൊക്കെ പാടി വെച്ച് ജനങ്ങൾ ആ രീതിയിലേക്ക് ഇന്ദ്രവല്ലരി പൂച്ചു ദേവരാജ മാഷ സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കു ഇവിടം ഹിന്ദുസ്ഥാനി താളത്തിലാണ് വരിക. ഗോപുരക്കിളിവാതിൽ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അത് ഗോപുരക്കിളിവാതിലിൽ നോപുരധ്വനി ഞാൻ മറന്നു സ്വാഗത ഗീതം ഇന്നും സാധകം ഞാൻ ചെയ്തു വച്ച പ്രേമ സംഗീതം പ്രേമ